ഇന്ത്യക്ക് നേരിട്ടുള്ള യുദ്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല, സാമ്പത്തികമായിട്ടുള്ളൊരു യുദ്ധമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഫിനാൻഷ്യൽ വാർ. ചുങ്കപ്പിഴ. പിഴ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശിക്ഷയാണല്ലോ. പിഴ. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അതിൻ്റെ ഫലം അമേരിക്കക്കാരും തുല്യമായിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട്. ആ സ്ഥിതിയിൽ നമ്മളാക്കി. അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക, കാപ്പി വേണേ, തേയില വേണേ, അതിൻ്റെ ചുങ്കം കുറയ്ക്കണേ എന്ന് പറഞ്ഞാൽ അവർ തന്നെ നിലവിളിച്ചു. അത് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ആ തരത്തിൽ തിരിച്ച് അങ്ങോട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ലോകമാകമാനം അമേരിക്ക മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. ആ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യ ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ഇങ്ങനെ കയറ്റുമതി നടത്താനുള്ള കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡുമായിട്ട് നമ്മൾ സമഗ്ര കരാർ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ചില രാജ്യങ്ങളുമായിട്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളത് ഇപ്പോൾ ഉടനെ ഫലത്തിൽ വരുന്ന രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മൾ കച്ചവടം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ജർമ്മൻ ചാൻസലർ ഉടനെ തന്നെ ഭാരതത്തിൽ വരുന്നു. അങ്ങനെ ഈ ഒരു അമേരിക്കയെ മാത്രം കണ്ടുകൊണ്ടല്ലല്ലോ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു ദാർഢ്യത്തോടു കൂടി മൻമോഹൻ സിംഗിനെ പോലെ അമേരിക്കയിൽ പോയി നിന്ന് വിറയാർന്ന കൈകളോടുകൂടി കൂപ്പി തൊഴുതും മിണ്ടാതെ ഇങ്ങനെ നമിച്ച് നമ്മുടെ ഇന്ത്യക്കാരെക്കുറിച്ച് പൊതുവേ പറയുന്ന ഒരു കാര്യം ബ്രൂഡിങ് ഷോൾഡേഴ്സ് എന്നാണ്. തോളും കുനിച്ചുകൊണ്ടാണ് സാഹിബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്. ബ്രൂഡിങ് ഷോൾഡേഴ്സ്. തോളും കുനിച്ച് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമില്ലാതെ, ആത്മവിശ്വാസമില്ലാതെ ഉള്ള നിൽപ്പ്. ഒരിക്കലും അങ്ങനെ നിൽക്കാത്ത ഒരാൾ നരേന്ദ്രമോദി നെഞ്ച് വിരിച്ചുകൊണ്ട് തന്നെ ഇരട്ട ചങ്കോടുകൂടി തന്നെ ചങ്കൂറ്റത്തോടു കൂടി ആ രാഷ്ട്രങ്ങൾക്കെല്ലാം മുമ്പിൽ ചെന്ന് നിന്ന് നല്ലൊരു ബാർഗൈനറായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് പകരം അങ്ങോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രാഷ്ട്രനാഥനാണ് നരേന്ദ്രമോദി എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയല്ല, ഫലിപ്പിച്ചിരിക്കുകയാണ്. ഈ വാചകോടി മാത്രമല്ല, ട്രംപിനെ പോലെ ഞാനാണ് അവിടുത്തെ യുദ്ധം നിർത്തി ഇവിടുത്തെ യുദ്ധം നിർത്തിയതെന്നും പറഞ്ഞ് വാചാടാപം കൊണ്ടല്ല നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം കാണിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.